ഹലോ, ആ എന്തെല്ലാന്ന്? എന്തിന് എനിക്ക് ഉറക്കൊന്നുമില്ലേ? നോമ്പല്ലേ രാവിലെ? നോമ്പാന്ന് ചോദിച്ചിട്ട് എപ്പോ ഉറങ്ങാൻ പറ്റുമോ? ഇപ്പൊ ആയിരിക്കും എണീറ്റുണ്ടാവോ? ഇപ്പൊ ഉറങ്ങാൻ പറ്റും. ഇപ്പൊ ആയി 12:30 കഴിഞ്ഞില്ലേ? അതൊന്നല്ല, ഞാൻ രാവിലെ എണീറ്റ് ഒരു സ്ഥലം വരെ പോയി വന്നതാ ഇപ്പൊ. ഒരു സ്ഥലം വരെ നീ എണീറ്റ് പോയിട്ട് വന്നാ? ആ ആഹാ, എന്നാ നിനക്ക് എന്നെ കൂടെ വിളിക്കായിരുന്നില്ലേ? എനിക്ക് പറ്റുന്ന സ്ഥലമൊന്നുമല്ല, എനിക്കറിയില്ല. അതിനെന്നാ ഞാൻ വരൂല്ലേ, നീ പറഞ്ഞു തന്നാ പോരെ? എന്തിന്? അത് ഞാന് എന്റെ ഇളയമ്മാന്റെ മോളെ വീടെടുക്കുന്നിടക്ക് പോയതാണ്. ഇളയമാന്റെ മോളെ വീട് എടുക്കുന്നിടത്താ? ആ ആടെ എന്തിനാ അവളി നീ പോയിന്? ഞാന് ചായയും കൊണ്ട് പോയതാണ്. ഓക്ക് എവിടെയോ പോണെന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു നീ ഒന്ന് കൊണ്ട് കൊടുക്കണേന്ന് പറഞ്ഞു. അങ്ങനെ പോയതാണ്. അതെയാ? പണിയെടുക്കുന്നോട്ടൊക്കെ നോമ്പൊന്നുമില്ല? പണിയെടുക്കുന്ന വീട്ടില് ഇതൊന്നല്ല, നോമ്പുള്ള വീട്ടിലൊന്നല്ല. അത് ശരി. എന്നിട്ട് കൊണ്ട കൊടുത്താ? ഞാൻ കൊണ്ടുകൊടുത്തു. അതല്ലേ ഞാൻ പറഞ്ഞു, എന്നെ കൂടി വിളിച്ചാൽ ഞാനും കൂടി വരൂലേ ചായ കൊടുക്കാൻ? അവിടെ അടുത്തന്നെയാ? കൊറച്ച് ദൂരെയാണ്. കുറച്ചെന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ ദൂരമല്ല, അടുത്തുമല്ല, പോണ്ട ദൂരം. ഞാൻ എന്നിട്ട് ചായ എടുത്തിട്ട് പോയി. അപ്പൊ രണ്ടാക്കേ വേണ്ടെന്ന് പറഞ്ഞു. ഒരാണുങ്ങളും ഒരു പെണ്ണുങ്ങളും പറഞ്ഞു. ഞാൻ എന്നിട്ട് പോയി നോക്കുമ്പോ ഇത് വീട് 2 നില മേലെ എടുത്തത് തേപ്പിന്റെ പണിയാണ് നടക്കുന്നു. അപ്പൊ ഞാൻ പിന്നെ ചായ എടുത്ത് പോയി. പുറത്താരും കാണുന്നില്ല. അഞ്ചേച്ചി വന്നുണ്ടാവില്ലായിരിക്കും പണിക്കാറുണ്ട്. ഓള് തെറ്റിപ്പോയതാ ചേച്ചി. ഞാൻ പിന്നെ നല്ല ഉള്ളിൽ പോയി നോക്കി. അകത്തെല്ലാം നോക്കിയിട്ട് ആരും കാണുന്നില്ല. പണി നിർത്തി പോയിട്ടുണ്ടാവും. പണി നിർത്തിയിട്ടൊന്നും പോയിട്ടില്ല. പറയുന്നേക്ക് ഞാൻ എന്നിട്ട് താഴെ ഇങ്ങനെയെല്ലാം നോക്കുമ്പോ ആരും കാണുന്നില്ല. സംശയായി. നീ പറഞ്ഞ പണി ഇന്ന് പണിക്ക് വന്നിട്ടില്ലേന്നൊരു സംശയം. എന്നിട്ട് ഞാൻ വല്ല സ്റ്റെപ്പും കയറി മേളിയെത്തി മെല്ലെ ആടിയത് നോക്കി. ഇല്ലേ, ഒരു ചെറിയ ഒരു റൂമുണ്ട് ആടെ. റൂമിന്റെ അറ്റാച്ച്ഡ് ആയതാണ്. നോക്കുമ്പോ അവര് രണ്ടാളും നല്ല പണിത്തിരക്കില്. ഞാൻ ബംഗാളി ഹിന്ദിയാണല്ലോ, ബംഗാളിക്കാരനോ ഒന്ന് ബംഗാളിയാണ്. ഒറ്റ എന്റെ ഓനിങ്ങനെ ശുശി എന്നെല്ലാം ആക്കുന്നുണ്ടേ. ഒറ്റ ഞാൻ അനക്കത് അറിയില്ലല്ലോ. ഞാൻ നല്ല പോയി നോക്കുമ്പോ ഇത് നല്ല പണിയില്. അപ്പൊ പെണ്ണുങ്ങള് ബംഗാളിയാ? പെണ്ണുങ്ങള് ബംഗാളിയൊന്നുമല്ല, ഒരു വലിയ ഒരു തടിച്ച രാജാനതാ ഒരു പെണ്ണുങ്ങള്. 10-36 വയസ്സ് തോന്നും അവളെ കണ്ടാല്. പണി എന്ത് കളിയാ? ഞാൻ വിചാരിച്ചു നല്ല പണിയായിട്ട് അവർ അതിൻ്റെ ഉള്ളിൽ തേക്കുന്ന നീ കാണാനായിട്ടായിരിക്കും. നല്ല പണിയാ മോനെ. ഏതാന്ന് ബംഗാളിനെ കൊണ്ടാ? അവര് മോശമൊന്നുമല്ലല്ലോ. മോളെ, അല്ല നീ പോകുന്നിടത്തെല്ലാം ഇതാന്നല്ലോ കാണുന്നത്. ഞാൻ വിചാരിച്ചു നമ്മള് മാത്രമേ ഇമാതിരി ഉള്ളൂ. നോക്കുമ്പോ എല്ലാരും കണക്കാണ്. എന്നിട്ട് ഒറ്റക്ക് കിട്ടിയാല് ഒറ്റക്കാവുമ്പോ നല്ല സൗകര്യാണല്ലോ. അല്ല, എന്നിട്ട് നിന്നെ അവര് കണ്ടിട്ട് നീ ചായ കൊണ്ടുപോയായിരുന്നു, നീ പറഞ്ഞില്ല ചായ ഒന്ന്? ഞാൻ എന്നിട്ട് അനങ്ങാണ്ട് നിന്ന് കുറച്ച് സമയം ഇത് നോക്കി നുണച്ചു നിന്നല്ലേ നീ? നുണച്ചിട്ടൊന്നുമില്ല, ഞാനിത് കണ്ട് രസിച്ചു. കാണാനൊരു രസം തന്നെയാണ്, പക്ഷെ നമുക്കൊന്നും എവിടെയും കാണുന്നില്ലല്ലോ. ഞാൻ അമ്മാതിരി തട്ടേ വരും. എല്ലാം തടിച്ചപ്പോ അതിന് മാത്രം നല്ല കാഴ്ചക്ക് ഉണ്ടാ? കാഴ്ചക്ക് ഉണ്ടാഞ്ഞല്ലോ പറഞ്ഞ തടിച്ചാൽ കാഴ്ച കൊടുത്തിട്ടാ പിന്നെ കുറച്ച് ഉഷാറുണ്ടാവുമല്ലോ. ബംഗാളിന്റെ വീട് പെണ്ണുങ്ങള് നല്ല തടിച്ചു കൊടുത്തിട്ടാ? പെണ്ണുങ്ങള്
ഒരു സാധനം തന്നെയാണ് മോനെ. പിന്നെ ബംഗാളിന്റെ ഒപ്പം പണിക്ക് വന്നിന്. ഇപ്പം ബംഗാളിയല്ലേ പണിയെടുക്കുന്നത്. ഏത് മലയാളിയല്ലേ? ഏത് പണിയാണ് ഉദ്ദേശിച്ചേ? കളിയാണോ പണിയാണോ? എല്ലാ പണിയും ഇപ്പം ബംഗാളികൾ തന്നെ എടുക്കുന്നു. ബംഗാളിന്റെ എല്ലാം ഭാഗ്യം നോക്കിയാട്ടെ. എന്ത് ഭാഗ്യം? പിന്നെ നീ എന്നാ പറയുന്നത്? ഇവിടെ മലയാളിക്ക് പണിയും ഇല്ല കളിയും ഇല്ല, ഒന്നും കിട്ടുന്നില്ല. അത് കിട്ടൂലല്ലോ, പണിക്ക് പോയാലല്ലേ കളിക്കാൻ പറ്റും. പണിക്ക് പോകാണ്ടിരിക്കുന്ന കൂട്ടർക്കാടെ കളിക്കാൻ കിട്ടാനാ. അല്ല ഞാൻ ചോദിക്കുന്നത്, ഈ പണിക്ക് വന്ന കൂട്ടർ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കളിക്കാൻ തുടങ്ങിയാൽ പണി എങ്ങനെയാണോ നടക്കുക? അതും ഒരു പണിയല്ലേ. അത് ഇതിനേക്കാളും വലിയ പണിയല്ലേ. അന്നേരം ഒന്നും തോന്നിയിട്ടില്ലേ? എനിക്കൊന്നും തോന്നിയിട്ടില്ലേന്നോ? എനക്ക് തോന്നുകയും ചെയ്തിനി, അത് വേറെ കാര്യം. ഞാനിത് കണ്ടിട്ട് എനക്ക് നിക്കപ്പൊരിയില്ല. എനിക്കൊരു ഒച്ചപ്പാടായി കൂടി നടന്ന് അത് ശരിയണ്ടാ, ആരെയെല്ലാം കൈയിട്ട് ഞാൻ പറഞ്ഞൂടെ പണിക്കേൽപ്പിച്ചിട്ട് ഇമാതിരി പണീന്റെ അടുക്കൽ മൊത്തം പ്രശ്നമായി കൂടിയിരുന്നു. അതെന്തിനാ ഈ ആലോചനക്കേടാക്കുന്നത്? ഞാൻ വിചാരിച്ചെല്ലാം കഴിഞ്ഞ് സാവധാനം വരട്ടെന്ന് വിചാരിച്ചു. ഞാനിത് നോക്കിയിട്ട് അവിടെ നിന്ന് അവര് എന്നെ കാണുന്നുമില്ല, ഇതൊന്നും ശ്രദ്ധയിലേ ഇല്ല. ചായ കുടിക്കുകയും വേണ്ട, ഒന്നും വേണ്ട അവർക്ക്. എങ്ങനെയാന്ന് കഴിഞ്ഞിട്ടാ ആദ്യം നിലത്ത് കണ്ടില്ലേ കിടന്നിട്ട്, പിന്നെ മണങ്ങിയിട്ട് കുഞ്ഞിട്ടില്ലേ ഇതെന്തെന്നാ പരിപാടി? പൂയി കൊണ്ടിട്ടുള്ള തേപ്പാ? പൂയി കൊണ്ടിടുന്നേ അല്ല തേപ്പാന്ന് എന്നാ സംഭവം? അവര് പൂയി കൊണ്ടിട്ട് കൊടുക്കുന്ന പെണ്ണുങ്ങൾ ഇവര് തേക്കുന്ന തേപ്പാണ്. രണ്ടാളേ ഉള്ളൂ എന്തൊക്കെ? ആ രണ്ടാളേ ഉള്ളൂ. ആരെ ലീവായതാന്ന് ആ സമയല്ലേ പറ്റൂ, ദിവസവും പറ്റൂലല്ലോ. ദിവസം പറ്റില്ലല്ലോ, നീ കണ്ടിട്ടില്ലല്ലോ. ദിവസം ഉണ്ടെങ്കിലോ? അങ്ങനെയല്ല, ആള് വേറെ ഉണ്ടാവുമ്പോ ഇത് പറ്റൂല. അപ്പൊ ഇത് വിചാരിച്ചിട്ടുണ്ടാവും ഇതന്നെ സൗകര്യം. എനിക്കറിയില്ല, ചിലപ്പോ ദിവസം ഉള്ളതായിരിക്കും ഇത്. അറിയണ്ടേ, നീ ഇന്ന് ചായ കൊണ്ടുപോയായിരിക്കൂലേ? അല്ല, ഇതെവിടെയാ സ്ഥലം? വെറുതെ ഒന്ന് പോയാലോ കാണാൻ? അതിപ്പോ നീ അറിയണ്ട, സ്ഥലം അറിയണ്ട, മൂട് അറിയണ്ട. അങ്ങനെയല്ല, നമ്മൾ ഈ കളിക്കുന്ന പോലെ കളി കാണുമെന്ന് പറയുമ്പോലെ അതൊരു പ്രത്യേക ഇൻട്രസ്റ്റ്. അതല്ല ചിലവോട്ട് കളി കാണാൻ വേണ്ടി വീടെല്ലാം പോകുന്നുണ്ട്. നീ കളി കാണാനായിട്ട് പോകുന്നേ? അത് എപ്പോ കളിക്കണമെന്നില്ലല്ലോ. നീ പോകുന്ന മാത്രം എനിക്ക് ഇങ്ങനെ കിട്ടുന്നു. ഞാൻ പറഞ്ഞില്ലേ, അവര് രണ്ടാളായാലും അവർക്ക് തോന്നിയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ പോകുന്ന സമയം രണ്ടാളേയുള്ളൂ. ഇപ്പൊ എന്റെ ഭാഗ്യം എന്നല്ലാണ്ട്. എങ്ങനെ ഉണ്ടെന്നിട്ട് നല്ല നേരിട്ട് കണ്ടാലേ അറിയൂ, പറഞ്ഞിട്ടെന്ത് കാര്യം. അവരെ എന്നാ കാണി തടിമാണെല്ലാം ഉണ്ടാ? നീ ഒന്നും ആയിരിക്കൂലേ? ഞാനെവിടെ നിക്കുന്നു, ഓളെടുക്കുന്നു. അല്ല, ഇത്രയും പെണ്ണുങ്ങളിങ്ങനെ ബംഗാളികളെല്ലാം വിളിച്ചിട്ടാ കളിക്കുന്നത്. എനിക്ക് ഷോപ്പിലെ പണിക്ക് പോകുന്നതിനേക്കാളും നിലത്ത് ഇങ്ങനത്തെ പണിക്ക് പോകുന്നില്ലേനു? എന്തിന്? അല്ല, എന്നാ പിന്നെ നല്ലില്ലേനു. എന്താണ് നിന്നെ കിട്ടുവാ? നീയായിട്ട് കളിക്കാൻ കഴിയില്ലല്ലോ. എന്താ കിട്ടോ? ഇപ്പം തലിക്കാലോ അങ്ങനത്തെ പണിക്കൊന്നും വേണ്ട. ഷോപ്പിലെ പണി മതി. പിന്നെ ഇന്ന് വൈകുന്നേരം രാത്രി ഞാൻ അങ്ങോട്ട് വരും കേട്ടാ. ഇത് പറഞ്ഞോണ്ടാ? ഇത് പറഞ്ഞോണ്ടല്ലേ ഞാൻ ഇന്നലെ പറഞ്ഞു വെച്ചിട്ടില്ലേ. നീ വന്നാ മോശമൊന്നുമില്ല. പിന്നെ വരും കേട്ടെ. കണ്ടിട്ട് തരിച്ചിട്ടുള്ള ഞാൻ എനിക്ക് ചോറും കൊണ്ട് പോയാലോ എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ല, ഞാൻ ചോദിക്കുന്നത് ലാസ്റ്റ് ചായ എന്ന് പറയുമ്പോൾ അവർക്ക് മനസ്സിലായിട്ടൊന്നുമില്ല. എല്ലാം കഴിഞ്ഞേരം ഞാന് ഇങ്ങോട്ട് നിന്ന് പിന്നെ കൊച്ചു നേരം എന്നിട്ട് അവരെ കഴിയാനായാലും അവര് കാണുമ്പോ ഇരിയല്ലോ.
എന്ന് ഞാനിങ്ങോട്ടൊന്ന് ഞാൻ നല്ല കയറി പോകുന്ന പോലെയാക്കി പറഞ്ഞു ഇതാ ചായ ഉണ്ട്. എന്നിട്ട് എനിക്കൊക്കെ കൂടെ കാണുമ്പോ ഞാനൊക്കെ ചിരി വന്നിനി. അവർക്ക് പിന്നെ ഒന്നും ചോദിച്ചിട്ടൊന്നുമില്ല, നേരത്തെ വന്നല്ലേ വരുന്നേ ഒന്നും അവർക്ക് ഡൗട്ടൊന്നുമില്ല. പെണ്ണുങ്ങള് ഒരു ചമ്മലുണ്ട്, ഞാനിത് നേരത്തെ വന്നോ കണ്ടിനോ ഒന്നും അറിയില്ലല്ലോ. ഞാൻ പറഞ്ഞു ഇതാ ചായ ഇതാ, ഞാൻ കൊറേ നോക്കി ഞാൻ കണ്ടിട്ടില്ല, കാണായിട്ട് ഇങ്ങനെ കേറി വന്നതാന്ന്. വിളിച്ചൂടെയാന്ന് പറഞ്ഞില്ലേ, വിളിക്കറേനോ സൗണ്ടാക്കറേനോ ഒന്നും പറഞ്ഞില്ല. അയ്യോ പെണ്ണുങ്ങൾക്ക് അറിയില്ലല്ലോ ഞാൻ കണ്ടിരുന്നു. 10 എത്ര വയസ്സുണ്ടാവും? ഞാൻ ഒരു 10, 35, 36 അങ്ങനെ അത്രയുള്ളൂ. കറക്റ്റ് നല്ല സാധനല്ലേ. വരും കേട്ടാ. അല്ല വെള്ളം ഇന്ന് ഞാൻ വരുന്നുണ്ട് കേട്ടാ. എന്തെന്ന് പറഞ്ഞാലും ഞാൻ വരുന്നു രാത്രി. എനക്ക് അത്ര ഇല്ല കേട്ടാ വയസ്സ്. എന്താ വയസ്സൊന്നും വേണ്ട. വയസ്സിന്റെ എന്നാ ശരി. അധികം പറഞ്ഞ ഞാൻ ചെറുപ്പം തന്നെ വന്നോളി. ശരി.